PR നീലാണ്ടൻ. CR, ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചർച്ചയിൽ കണ്ടത് അജിത് കുമാറിനെ സംരക്ഷിക്കാൻ CPM-ഉം BJP-യും യഥാർത്ഥത്തിൽ മത്സരിക്കുന്ന ഒരു വിസ്മയകരമായ കാഴ്ചയല്ലേ CR? അല്ല, അതിൽ എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു കാര്യം, ഇപ്പം ഈ അജിത് കുമാർ, നമ്മുടെ പത്മകുമാറും KS സുരേന്ദ്രനും ഒന്നും അറിയാതെ അവരുടെ തലയ്ക്ക് മീതെ RSS നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ താമര തൃശ്ശൂർ. നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഇവർക്കൊക്കെ ഇവിടെ കിടന്ന് പ്രസംഗിക്കാമെന്നല്ലാതെ അതിനറിയാം സംഘപരിവാർ, പ്രത്യേകിച്ച് RSS കഴിഞ്ഞ 100 വർഷമായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെ ഇടപെടുന്നു നമ്മൾ ഒരുപാട് ചർച്ച ചെയ്താണ് അല്ലേ. അതിനിപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല, എവിടെയൊക്കെ സൂക്ഷ്മതയുണ്ട്. അപ്പോൾ RSS വളരെ ഭംഗിയായി തൃശ്ശൂർ, കേരളത്തിലെ BJP-യുടെ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വളർച്ചയ്ക്കുള്ള പല മോഡ്യൂളുകൾ അവരുണ്ടാക്കി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തൃശ്ശൂരായിരുന്നു. പൂരം കലക്കലും പല പരിപാടിയും അത് അവർ വളരെ നന്നായി ഓപ്പറേറ്റ് ചെയ്തു. ഇത് ഇവരുടെ തലയ്ക്ക് മീതിയാണ്. അതുകൊണ്ട് പത്മകുമാർ ഇപ്പോൾ കൺഫ്യൂഷനിലാണ്. നോക്കൂ, പത്മകുമാർ 2 രീതിയിൽ പറഞ്ഞു. ഒന്നൊരു സ്വകാര്യ സംഭാഷണമാണ്, അതിനെന്താ കുഴപ്പം? സ്വകാര്യ സംഭാഷണമാണ്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റോ ഇനിയിപ്പോൾ ബന്ധുവോ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ സ്വകാര്യ സംഭാഷണമാണ് എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് അദ്ദേഹം പിന്നെ പറയുകയാണ് ഒരു ADGP-ക്ക് ആരെ വേണമെങ്കിലും ഒഫീഷ്യലായിട്ട് കാണാം. ഇത് രണ്ടും പറയുന്നത് പത്മകുമാറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയക്കുഴപ്പം നമുക്ക് മനസ്സിലാവും. ഇത് സ്വകാര്യ സംഭാഷണമാണോ അതോ ഔദ്യോഗികമാണോ? ഔദ്യോഗികമാണ്. ഔദ്യോഗികമാണെങ്കിൽ സ്വന്തം യൂണിഫോമിൽ സ്വന്തം വണ്ടിയിൽ അവിടെ പോയി കാണാലോ. അജിത് ഡോവൽ പോകുന്നത് വെറുതെ ഇട്ടിട്ടൊന്നും അല്ലല്ലോ. കാന്തപുരത്തിനെ അജിത് ഡോവൽ കാണുന്നുണ്ടെങ്കിൽ കാന്തപുരം അങ്ങോട്ട് ചെല്ലുന്നു. ഇതിപ്പോൾ അജിത് കുമാർ മാത്രമാണോ? ഇപ്പോൾ നമുക്ക് നേരത്തെ അറിയാലോ, ജയരാജൻ്റെ കാര്യം പറഞ്ഞു. ജയരാജൻ ജാവ്ഡേക്കറെ കണ്ടിട്ട് എത്ര കാലമായി? അത് കഴിഞ്ഞിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് ജയരാജനെതിരെ നടപടി വരുന്നത്? ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷൻ തന്നെ അദ്ദേഹം പടക്കം പൊട്ടിച്ചു, ഇതൊക്കെ നമ്മൾ കേട്ടു. അപ്പോൾ ജയരാജനെതിരെ നടപടിയെടുക്കാൻ ഇത്ര കാലം വന്നു. ADP ഇപ്പോൾ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ നമുക്ക് ADGP-യുടെ കാര്യത്തിൽ വരാം. ഇപ്പോൾ അക്സർ പറഞ്ഞ എനിക്കിഷ്ടപ്പെട്ട ഒരു കാര്യം, ഇന്നൊരു ചരിത്ര ദിവസമാണ് അത്. ഇതിന് മാത്രമല്ല, കേരളത്തിൽ ആദ്യമായി ഒരു ഇടതുപക്ഷ അനുഭാവി പിണറായി വിജയന് ജാഗ്രത കുറവുണ്ടായി എന്ന് പറയുന്നത്. കഴിഞ്ഞ 8 വർഷമല്ല, പിണറായി വിജയൻ സെക്രട്ടറി ആയതിനു ശേഷം കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എങ്കിലും, പാർട്ടിക്കാർ പോട്ടെ, ഈ ദിവസങ്ങളിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ ഇക്കാലം അത്രയും മുഖ്യമന്ത്രിക്ക് വേണ്ടി ബാറ്റ് ചെയ്തിരുന്ന ചില മാധ്യമപ്രവർത്തകർ, കടുത്ത ചില സൈബർ ആളുകളൊക്കെ പതിയെ പിണറായിക്കെതിരെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഞാൻ അവിടേക്കാ വരണേ. അല്ല, ഞാൻ അതിലേക്കാണ് കൃത്യമായി വരുന്നത്, അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ അക്സറിനെ പോലെ ഒരാൾക്ക് പിണറായിക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ ഒരു വീഴ്ച പറ്റി, അല്ലെങ്കിൽ ജാഗ്രത കുറവ്, നമുക്ക് അങ്ങനെയാണല്ലോ അതിൻ്റെ ഭാഷ. എന്താ ജാഗ്രത കുറവ്? 15 മാസം മുമ്പ് ഒരു ഉന്നത RSS നേതാവിനെ കണ്ട തൻ്റെ ADGP അത് സ്വന്തം പാർട്ടിയുടെ MLA പറഞ്ഞിട്ടും മുഖ്യമന്ത്രിക്ക് ബോധ്യം വന്നില്ല. MLA ആണ് പറഞ്ഞത്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇദ്ദേഹം മൂലം കലക്കുന്നു, ഇദ്ദേഹം BJP ആയിട്ട് അല്ലെങ്കിൽ RSS-ഉമായിട്ട് ബന്ധപ്പെടുത്തുന്നു എന്ന കാര്യം വന്നു. ഇപ്പോഴെന്താ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. 15 മാസം മുമ്പ് നടന്നൊരു കാര്യം ഞാനിപ്പോൾ തിരുത്തുമെന്ന് പറഞ്ഞാൽ നമുക്ക് ചിരിയാ വരിക. 15 മാസം മുമ്പ് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല, അങ്ങനെ പറഞ്ഞാൽ മതി അക്സർ. ഇയാൾ ADGP ഇവരെ ഈ RSS നേതാക്കളെ 15 മാസം മുമ്പും 8 മാസം മുമ്പും കണ്ടത്, അല്ലെങ്കിൽ 10 മാസം മുമ്പും കണ്ടത് ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് മനസ്സിലായില്ല, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞല്ലോ, പ്രതിപക്ഷം പറഞ്ഞല്ലോ, ഞങ്ങളുടെ MLA പറഞ്ഞല്ലോ, ഞാൻ അദ്ദേഹത്തെ മാറ്റണു എന്ന് പറയാനാണോ പോണേ? അല്ലെങ്കിൽ എന്താ അർത്ഥം? തെരഞ്ഞെടുപ്പിന് 1 വർഷം മുമ്പ് കണ്ടു എന്നാണ് പറയുന്നത്. 2023 മെയിലെ കാര്യം നമ്മൾ സംസാരിക്കുന്നത്. പറയാൻ പറ്റുമോ? അപ്പൊ പിന്നെ എന്താ പറയാ? 15 മാസം ഞാൻ എന്തിന് ഈ ദത്താത്രേയയെ കണ്ട കാര്യം ഞാൻ മറച്ചു വെച്ചോ? തെറ്റാണോ? അത് തെറ്റാണെങ്കിൽ 15 മാസം ആ തെറ്റിന് കൂട്ടുനിന്നാളാ മുഖ്യമന്ത്രി, അങ്ങനെയല്ലേ പറയണ്ടേ? ആ തെറ്റിന് താല്പര്യവും മുഖ്യമന്ത്രിയുടെ താല്പര്യവും ഒക്കെ പരിമിതിയൊക്കെ നമുക്ക് മനസ്സിലാക്കും. പിന്നെ കേസോ എന്തോ അറിയില്ല. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ഇക്കാര്യം ചോദിക്കുമ്പോൾ അതിനെന്താ എന്ന് ചോദിക്കാവോ ഒരു പാർട്ടി സെക്രട്ടറി? ഇപ്പൊ EMS-ഉം നായനാരും VS-ഉം ഒക്കെ ഇരുന്ന കസേരയോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണോ എന്ന് ഗോവിന്ദമാഷ് ചോദിച്ചേ? അല്ല, ഗോവിന്ദമാഷ് പറഞ്ഞതാണ് പാർട്ടിയുടെ നയമെങ്കിൽ ADGP അജിത് കുമാർ ഈ 2 പേരെയോ വേറെ ആരെങ്കിലെയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റില്ല എന്ന് തന്നെയല്ലേ? അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അതായത് പ്രകാശ് ജാവ്ഡേക്കറുമായുള്ള കൂടിക്കാഴ്ചയുടെ പേരിൽ EP ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നീക്കിയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ADGP RSS നേതാക്കളെ കണ്ട കാര്യം ചോദിക്കുമ്പോൾ അതിനെന്താ എന്ന് തിരിച്ചു ചോദിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്?
അല്ല നമ്മൾ മറവി പാടില്ല. ജാവ്ദേക്കറെ കണ്ടു എന്ന് EP ജയരാജൻ പറഞ്ഞപ്പോൾ അതിന് മുഖ്യമന്ത്രി പറഞ്ഞൊരു ന്യായീകരണം ഓർമ്മയുണ്ടോ? ഞാനും കണ്ടിട്ടുണ്ട് ജാവ്ദേക്കറെ പലവട്ടം, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? അത് മുഖ്യമന്ത്രി എന്താ ന്യായീകരിച്ചേ? പ്രശ്നം അതാണ്. അപ്പൊ രാഷ്ട്രീയമായി RSSുമായി ബന്ധമുണ്ടാക്കുന്നതിനെ ന്യായീകരിക്കുന്നു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിക്ക് ജാഗ്രത കുറവുണ്ടായത് ADGPക്കെതിരെ നടപടിയെടുക്കുന്നതിലല്ല. മുഖ്യമന്ത്രിക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് സമ്മതിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ജാഗ്രത കുറവാണ് ഉണ്ടായത്. ശ്രീ സിയാർ, പിണറായി പറയുകയാണ് ഞാൻ ജാവദേക്കറെ കണ്ടിട്ടുണ്ട് എന്ന്. ശരിയാണ്, രാഷ്ട്രീയ പ്രഭാരിയാണ്, ഇവിടുത്തെ രാഷ്ട്രീയ കരുനീക്കങ്ങളൊക്കെ നടത്താൻ ചുമതലപ്പെട്ടിരിക്കുന്നയാളുമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച സംശയാസ്പദമാണെന്ന് പ്രതിപക്ഷം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ട്, ഞാനും ജാവദേക്കറെ കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഏതെങ്കിലും ഒരു ദല്ലാളുമായി ചേർന്ന് കണ്ടിട്ടുണ്ട് എന്നല്ല. EP-യിലേക്ക് വരുമ്പോൾ അതാണ് സാഹചര്യം, അതാണ് പ്രശ്നം. വരാം ചെയ്യാർ. രണ്ടാമത്തെ കാര്യം, താങ്കൾ ശരിയായി നിരീക്ഷിച്ചതുപോലെ ഇപ്പോ ADGPക്കെതിരെ ഒരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? അങ്ങ് തന്നെ പറഞ്ഞതുപോലെ 15 മാസമായി എനിക്ക് ഈ വിവരമുണ്ട്. ഒന്നാമതായി ഈ 23-ാം തീയതി 2023 മെയ് 23 അല്ലേ? 23-ാം തീയതി ഈ കൂടിക്കാഴ്ച, 24-ാം തീയതി രാവിലെ ഇന്റലിജൻസിന്റെ മേധാവി CM-നെ ഇത് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണല്ലോ അതിന്റെ രീതി. അപ്പോൾ അന്നു മുതൽ അദ്ദേഹത്തിന് അറിയാം. എന്നിട്ട് ഇപ്പോഴാണ് തീരുമാനം എടുക്കാൻ പോകുന്നത് എങ്കിൽ അത് CR ചൂണ്ടിക്കാട്ടിയതുപോലെ എന്തിനത് പൂഴ്ത്തിവെച്ചു എന്നതിനുകൂടെ മറുപടി പറയേണ്ടി വരും. അങ്ങനെ അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകൾ പരിമിതമാണെന്നാണോ താങ്കൾ കരുതുന്നത്? കാരണം ഇനി ADGPയെ മാറ്റിയാൽ അടുത്ത ചോദ്യം വരും, ADGP കണ്ടത് പൂരം കലക്കിയതിനാണ്, അങ്ങനെ വരും പിന്നെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് പിണറായി, ഇങ്ങനെ ഒരു കണ്ണി ചേർത്താൽ ഇതൊരു ശൃംഖല പോലെ വളരും. അതുകൊണ്ട് ഇപ്പോൾ ADGPക്കെതിരെ ഒരു നീക്കം CM നടത്തുമോ? അല്ല, ADGPക്കെതിരെ CM നടത്തിയാലും നടത്തിയില്ലെങ്കിലും ഇനി പ്രത്യേകിച്ച് യാതൊരു സംഭവമില്ല. കാരണം ADGPക്കെതിരെ നടത്തി തന്നെ വെക്കുക, നടത്താനാണ് സാധ്യത ഞാൻ കാണുന്നത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ ഒരു ബഹളം ഉണ്ടാക്കി രക്ഷപ്പെടുക എന്നുള്ളതല്ലാതെ വേറെ ജെആറിന്റെ ഒരു ലോജിക്ക് കേട്ടില്ലേ? ഇപ്പൊ ഇവിടെ പാർട്ടിയുടെ അംഗത്വ ക്യാമ്പയിൻ നടക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോ കാര്യങ്ങളിലേക്കൊന്നും അവർക്കാർക്കും കടക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെയെങ്കിൽ ഫെബ്രുവരിയിൽ കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം, പിന്നെ മാർച്ചിലാണ് തമിഴ്നാട്ടിൽ പാർട്ടി കോൺഗ്രസ്. അതുവരെ PB അംഗമായിരിക്കുന്ന പിണറായിക്ക് ഒരു തീരുമാനം എടുക്കാതിരിക്കാം. ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല, കാര്യം അവര് നേടേണ്ട കാര്യം നേടിക്കഴിഞ്ഞു. അവരുടെ ഓപ്പറേഷൻ വിജയിച്ചു കഴിഞ്ഞു. അവർ നേടേണ്ട കാര്യം നേടിക്കഴിഞ്ഞു. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ബബ്ബ പറഞ്ഞു നിന്നാലും ഒരു കുഴപ്പമില്ല. അവർക്ക് ഇവിടെ താമര വിരിഞ്ഞു തൃശ്ശൂരിൽ, അത് അവർ ജയിച്ചു, അവരുടെ ജയിച്ചു. പക്ഷേ അവിടെയാണ് പ്രശ്നം. EP കീച്ചേരിയിലെ വീട്ടിലിരിക്കുന്നത് എങ്ങനെയാണ്? BJP ബന്ധം പറഞ്ഞുകൊണ്ടാണ് അല്ലേ? ഇത്രയും ദശാബ്ദമായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുന്നയാളുടെ രാഷ്ട്രീയ ജീവിതത്തിന്റെ മുഴുവൻ ശോഭ കെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ EP-ക്ക് വീട്ടിലിരിക്കേണ്ടി വരുന്നത്. ഈ ADGPയെ മാറ്റുകയാണെങ്കിൽ CM-നൊരു തിരുത്തൽ നടപടി നടത്തേണ്ടി വരുന്നത് ഏത് വിഷയത്തിലാണ്? BJP ബന്ധത്തിലായിരിക്കും. അങ്ങനെയെങ്കിൽ EP ഏത് കരുനിഴലിലാണോ അതേ കരുനിഴലിലേക്ക് വിജയനും കൂടെ നിൽക്കേണ്ടി വരും. അങ്ങനെയല്ല, അവിടെയാണ് പ്രശ്നം. വേണു, ഞാൻ പറയുന്ന പോയിന്റ് 15 മാസം ദത്താത്രേയ, 16 മാസം ദത്താത്രേയെ കണ്ടതും 10 മാസം ഈ രാം മാധവനെ കണ്ടതും മറച്ചു വെച്ച്, അല്ലെങ്കിൽ അത് തെറ്റല്ല എന്ന് കരുതിയില്ലേ മുഖ്യമന്ത്രി? അത് തെറ്റല്ല. അപ്പോ അൻവർ ഇത്ര ആരോപണം ഉന്നയിച്ചപ്പോൾ ഒരു അന്വേഷണം ഏർപ്പെടുത്തി. ആ അന്വേഷണത്തിൽ ഇത് പെടുവോ? എനിക്കറിയില്ല. അതിൽ ഇത് പെടുവോ? ഇതെങ്ങനെ പെടുത്താൻ പറ്റുക? എങ്ങനെയാ DGPക്ക് അന്വേഷിക്കാൻ പറ്റുക? DGPക്ക് ഇയാളെ കണ്ടോ? അത് DGPയുടെ ഉണ്ടല്ലോ. ഇപ്പോൾ ഇന്റലിജൻസ് ഡോക്യുമെന്റ് DGPയുടെ ഇല്ലേ? പിന്നെ DGPക്ക് എന്താ അന്വേഷിക്കാനുള്ളത്? അപ്പം ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇപ്പൊ തൃശ്ശൂർ പൂരം നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. തൃശ്ശൂർ പൂരത്തിന്റെ അന്വേഷണം എവിടെയാ? ഒരു മാസത്തിനകത്ത് റിപ്പോർട്ട് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാട്ടുകാരോട് പറഞ്ഞല്ലേ? സുനിൽ കുമാറിന് ആ റിപ്പോർട്ട് കിട്ടിയോ? എനിക്കറിയില്ല. CPIക്ക് ആ റിപ്പോർട്ട് കിട്ടിയോ? സുനിൽ കുമാറിനോ ബിനോയ് വിശ്വത്തിനോ തൃശ്ശൂർ കിട്ടിയിട്ടില്ല. 4 ദിവസം മുൻപാണ് മെയിൽ അയച്ച സുനിൽ ഇപ്പോഴും പറയുന്നത് മെയിലിന് മറുപടി കിട്ടിയിട്ടില്ല. ഇനി വിജയരാഘവൻ എന്ന് പ്രതികരിച്ചു CR. ആ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാനുള്ളതല്ല, സൗകര്യം സമയം വരുമ്പോൾ അത് കൊടുക്കാമെന്ന്.